Good morning, sir. Yes. Yes. Good morning, sir. Good morning, sir. Okay, Sherry, good morning. Aisha, good morning. Tara, Good morning, sir. Good morning, sir. Yes, Josie. Good morning, sir. Good morning, sir. Industry, Shia, good morning. Good morning, sir. Yes, hello, good morning. Good morning, sir. Aditya, good morning. Good morning, sir. Okay, Revati, good morning. Good morning, sir. Shahilat, good morning. Yes. Tara, Good morning, Tara, sir. yes, Rajini, good morning. Tara പറഞ്ഞ കുട്ടി വന്നിട്ടുണ്ടായില്ല കേട്ടോ ധന്യ രമ്യ. yes, yes, yes. Okay, who is doing prayer? Sir, ഞാൻ പറയാം. Okay, okay, sure. Dear Lord, thank you for the gift of this new day. Please guide my steps, protect me from harm, and fill my heart with your peace and love. Help me to see your blessing in every moment, and may I serve others with kindness and grace. Amen. Yes, very good, Aisha. Be true. Okay, okay. കസ്തൂര ഞാൻ പറയാം, sir. Okay, Sahilate, continue. Good morning, sir. Good morning. Education is the key that unlocks the golden door to freedom. Yes. അത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ വ്യത്യാസം അറിയാം അല്ലേ ഷാഹിലത്തെ അതെ. യെസ് ക്വാളിറ്റി ആയിരുന്നു വെരിഫൈഡ് ആയിരുന്നു യെസ് ദെൻ സൈനിങ് ഓൺ ഞാൻ പറയാം. യെസ് ഓക്കെ യു കണ്ടിന്യൂ Good morning, everyone. I would like to expect a warm welcome to all our respected teachers and all my dear friends. This is a wonderful opportunity to learn and grow together. Let's make this day a great one. യെസ് വെരി ഗുഡ് അച്ചു യെസ് ഓക്കെ അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന വിഷയത്തിലൂടെ നമുക്ക് വീണ്ടും വരാം നമ്മൾ സംസാരിച്ചു പറഞ്ഞോളൂ സാർ എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് ഫോട്ടോ എന്നാണോ ഫോട്ടോസ് എന്നാണോ ഫോട്ടോ അപ്പൊ ഫോട്ടോസ് വരില്ലേ എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ട് എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം അപ്പൊ അച്ഛനെ വിചാരിക്കും ഒരു വീട്ടിൽ ചെല്ലുന്നു അവിടെ ചെന്നപ്പോ അവിടെ ഒരു ഫോട്ടോ തൂക്കിയിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അത് വന്നിട്ട് ഞങ്ങളോട് പറയുമ്പോ എന്താ പറയാ അവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഉണ്ടായിരുന്നു യെസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള ഫോട്ടോസ് ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിംഗിളർ ആണ് നമ്മൾ വിചാരിക്കണം ബ്രെഡ് ആൻഡ് ബട്ടർ പോലെ സോഡ ആൻഡ് ബ്രാൻഡി പോലെ റൈസ് ആൻഡ് കറി പോലെ സിംഗുലർ ആണെന്ന് വിചാരിക്കണം യെസ് എ ബ്ലാക്ക് എ വൈറ്റ് എന്ന് പറയുമ്പോ ഒരു കറുപ്പും ഒരു വെളുപ്പുമാണ് അപ്പൊ ഡിഫറെന്റ് ആണ് രണ്ടെണ്ണം ഓക്കെ സാറേ അപ്പം അതിൽ ഒന്നിൽ കൂടുതൽ ഫോട്ടോകൾ ഉണ്ടെങ്കിലല്ലേ ആറിന് നമ്മുടെ അതെ അപ്പം ഒരു ബ്ലാക്ക് ഫോട്ടോ ഉണ്ട് ഒരു വൈറ്റ് ഫോട്ടോ ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് അപ്പൊ സാറ് നമ്മള് പറഞ്ഞില്ലേ രണ്ടാമത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഡാഷ് ഓൺ ദ വാള് അപ്പൊ അത് ലീസാണോ അത് ഈസാണ് അതൊന്നൂടെ ഒന്ന് നോക്ക് ആദ്യം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് വിചാരിക്കും ഏകവചനമാണ് ബ്രെഡ് ആൻഡ് ബട്ടർ പോലെ റൈസ് ആൻഡ് കറി പോലെ സ്ലോ ആൻഡ് സ്റ്റഡി പോലെ ഒരു സിംഗുലർ ആണെന്ന് വിചാരിക്കാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പൊ അതിപ്പോ നമുക്ക് എന്ത് വരും ഈസ് എന്ന് പറഞ്ഞ വെർബേ വരുള്ളൂ അല്ലെങ്കിൽ ഹാസ് എന്ന് പറഞ്ഞ ഓക്സിലറി വെർബേ വരുള്ളൂ സിംഗുലർ ആയിട്ടുള്ളത് നേരെ മറിച്ച് പറയുന്നത് എ ബ്ലാക്ക് എ വൈറ്റ്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്കും ഒരു വൈറ്റും ഉണ്ടാവും. അപ്പൊ 2 ഫോട്ടോ ഉണ്ട് അവിടെ. ഒന്ന് ബ്ലാക്കിലുള്ള ഒരു ഫോട്ടോ, ഒന്ന് വൈറ്റിലുള്ള ഒരു ഫോട്ടോ. ഓക്കെ, അതാണ് അങ്ങനെ പറയാൻ കാരണം. ഇപ്പൊ ചോദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, വെറുതെ രസകരമായിട്ട് ചോദിക്കുകയാണ്. അച്ചു, നമ്മൾ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും അതിന്റെ അകത്ത് യക്ഷി വരുന്നതൊക്കെ വെളുത്ത സാരി എടുത്താ മതി. കളർ സാരി ഒന്നും യക്ഷി എടുക്കാറില്ല. എന്തുകൊണ്ടായിരിക്കും വെളുത്ത സാരി യക്ഷിയുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് വന്നത്? പ്രേതങ്ങൾ വരുമ്പോ എപ്പോഴും വെളുത്ത സാരി ആയിരിക്കും. വാട്ട് ഈസ് സ്പെഷ്യാലിറ്റി? എന്ത് തോന്നുന്നു? അവർക്ക് കളറിനോട് ഒരു ഇഷ്ടപ്പെട്ട് കാണും. മരിച്ച കൈ കുടിപ്പിക്കുന്ന വെളുത്ത ഡ്രസ് ആയതുകൊണ്ട് വെളുത്ത് ആ വെളുപ്പിട്ട് വന്നതാണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലെ? ഏതൊരു രേവതി, എന്തായിരിക്കും ഈ പ്രേതങ്ങളുടെ യക്ഷികളുടെ എല്ലാവരും യൂണിഫോം വൈറ്റ് കളറായിരുന്നു? അതവരുടെ യൂണിഫോമിറ്റി ആയിരിക്കും. ഞാൻ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഓരോ സ്കൂളിൽ ഓരോ യൂണിഫോം എന്ന് പറഞ്ഞ പോലെ പ്രേതങ്ങൾക്കുള്ള യൂണിഫോമാണ് വൈറ്റ് കളർ. യെസ്, ഓക്കെ 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 അല്ലേ? ഇതിപ്പോ അങ്ങേ ലോകത്ത് എന്താണ് നടക്കണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അവിടെ ചെന്നിട്ട് നമുക്ക് പറയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേരട്ടെ. പണ്ട് എന്റെ പരിചയത്തിലുള്ള ഒരു ടീച്ചർ, ആ ടീച്ചർ ഞാനും കൂടി ഒരു ധാരണയിലായിരുന്നു. ടീച്ചറാണ് ആദ്യം മരിക്കുന്നത് എങ്കിൽ ടീച്ചർ തിരിച്ചു വന്നിട്ട് അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് പറയണം. ഞാനാണ് ആദ്യം മരിക്കുന്നത്. ഇത് ഞങ്ങൾ 10-30 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ തീരുമാനമുണ്ട്. ഞാനാണ് ടീച്ചർ ആദ്യം മരിക്കണമെങ്കിൽ ഞാൻ വരും, വന്നിട്ട് അവിടെ ഇന്നതൊക്കെ സംഭവം ഒന്ന് പറയാം. എപ്പോഴെപ്പോഴും വരണ്ട, ഒരു പ്രാവശ്യം വന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു. ടീച്ചർ മരിച്ചുപോയി. അപ്പൊ ഇടക്കിടക്ക് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോ, ആ ടീച്ചർ വന്ന് അവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇങ്ങനെ വെറുതെ ആലോചിക്കാറുണ്ട്. യെസ്, അത് പോകട്ടെ. അപ്പൊ ഇതിന്റെ അകത്തൊരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ ആരുമേയും മരിച്ചവരെ കണ്ടിട്ടില്ല. നമ്മൾ ആകെ ഇത് മുഴുവൻ കണ്ടിരിക്കുന്നത് ഇതിലൂടെയാണ്, സിനിമയിലൂടെ മാത്രമാണ്. യെസ്, ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലുള്ള ആളുകൾ, അപ്പൊ അതിൻ്റെ അകത്ത് രക്തം നമ്മൾ കണ്ടു അത് കറുത്ത കളറായിരിക്കും. ഇപ്പൊ കറക്റ്റ് ചുവന്ന കളറാണ്, കാരണം ഇപ്പൊ കളർ ഫിലിമായി. പക്ഷെ ഈ കളർ ഫിലിമിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്ത് രക്തമാണെങ്കിൽ അത് എന്തായിരിക്കും? അത് ബ്ലാക്ക് കളറായിരിക്കും. യെസ്, അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു കഥാപാത്രത്തെ മറ്റു കഥാപാത്രങ്ങളിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് ചിത്രീകരിക്കണമെങ്കിൽ വൈറ്റ് കളറേ പറ്റുള്ളൂ. യെസ്, അത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് നിൽക്കും. ഒരുപക്ഷെ അതായിരിക്കാം പ്രേതങ്ങൾക്ക്, യക്ഷികൾക്ക് വെളുത്ത സാരി വരാനുള്ള കാരണം. അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറൊന്നും കാണുന്നില്ല. ഇനി എന്റെ കാഴ്ചപ്പാട് നിങ്ങൾ അംഗീകരിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേറെയും വലിയ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാട്ടോ. ഇതല്ലാതെ നമ്മൾ യക്ഷിനാരെ കണ്ടിട്ടില്ലല്ലോ. യെസ്, ഒരു ഡൗട്ട് കൂടെ. പറഞ്ഞോളൂ. മറ്റേ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, നൈദർ ദ ടീച്ചർ നോർ ദ സ്റ്റുഡൻസ്, അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുന്നു. യെസ്, നൈദർ നോർ. നൈദർ നോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് വേർഡാണ്. അതെന്താണ്? അതൊരു നെഗറ്റീവ് വേർഡ്. നൈദർ ബസ് നോർ ട്രെയിൻ എന്ന് പറഞ്ഞാല് ബസ്സും ഇല്ല ട്രെയിനും ഇല്ല എന്നാണ്. അതിന്റെ തന്നെ വേറൊരു സംഗതി ഉണ്ട്, അതാണ് ഐദർ ഓർ. ഐദർ ഓർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ മറ്റത്. നൈദർ നോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമില്ല അതുമില്ല എന്നാണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചേക്കാൻ, നൈദർ നോർ വരുന്ന സെന്റൻസുകളിൽ ആ നോറ് കഴിഞ്ഞതിന് ശേഷം വരുന്ന സബ്ജക്റ്റ് നോക്കാം. അത് സിംഗുലർ ആണോ പ്ലൂറലാണോ നോക്കാം. നോറിന് ശേഷം വരുന്നത് കേട്ടോ. നോറിന് ശേഷം വരുന്ന സിംഗുലർ ആണെങ്കിൽ സിംഗുലർ ആയ വെർബ് ഉപയോഗിക്കുക, പ്ലൂറലാണെങ്കിൽ പ്ലൂറൽ ഉപയോഗിക്കുക. നോറിന് ശേഷം വരുന്നത് നോവാർ നോർ, നൈദർ നോറില്ല, നോറിന് ശേഷം വരും. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. സംശയങ്ങൾ വേണം. സംശയങ്ങൾ വരുന്നത് എപ്പോഴും ചിന്തിക്കുമ്പോഴാണ്. ഓക്കെ, അടുത്തൊരു വാചകം പറയാം. എഴുതിക്കോ. മൈ sister as well as
WELL, well as well as my brother dash passed PA SSCD, passed SSLC examination. My sister as well as my brother dash passed SSLC examination. ബ്രാക്കറ്റില് ഹാസ് ഉണ്ട്, കോമ ഹാവ് ഉണ്ട്. ഹാസ്, കോമ ഹാവ്. ഐഷക്കാണ് ചോദ്യം. സാർ, ഈ ആസ് വെൽ എന്ന് പറഞ്ഞ അതിന്റെ മീനിങ് എന്താ സാർ? അതുപോലെ തന്നെ. അപ്പം സഹോദരി, അതുപോലെ തന്നെ എന്റെ സഹോദരൻ. ഹാവ് സാർ, ഹാവ്. അപ്പോ പ്ലൂറലായിട്ട് വിചാരിച്ചു അല്ലേ? യെസ്. ഓക്കെ. മൈ സിസ്റ്റർ, അതുപോലെ തന്നെ മൈ ബ്രദർ. അപ്പം പ്ലൂറലായിട്ട് വിചാരിച്ചു. വെരി ഗുഡ്. അവിടെ നിൽക്കട്ടെ, നമുക്ക് ഒരു അഭിപ്രായം കൂടി എടുക്കാം. സേതുലക്ഷ്മി, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? സേതുലക്ഷ്മി വരുമെന്ന് വിചാരിക്കാം. രേവതി പറഞ്ഞോളൂ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അതാണ് ഞാനും വിചാരിക്കുന്നത്. പക്ഷെ ആവല്ല, ആസ് ആണ് കറക്റ്റ്. ആ പ്രശ്നക്കാരനായ വേർഡ് അതിനകത്ത് കിടക്കുന്നത് ആസ് വെൽ ആസ് ആണ്. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, ആസ് വെൽ ആസ് ഉണ്ടെങ്കിൽ അതിന് മുമ്പേ വരുന്നതായിരിക്കും സബ്ജക്റ്റ്. മറക്കരുത്, ഐദർ ഓറില് ഓറിന് ശേഷം വരുന്നത്, നൈദർ നോറില് നോറിന് ശേഷം വരുന്നത്, ഓറ് മാത്രമാണെങ്കിൽ ഓറിന് ശേഷം വരുന്നത്, ആസ് വെൽ ആസ് ഉണ്ടെങ്കിൽ ആസ് വെൽ ആസിന് മുമ്പേ വരുന്നത്. ഓക്കെ, ആസ് വെൽ ആസിന് മുമ്പേ കിടക്കുന്ന ഏതാണ്? മൈ സിസ്റ്റർ. ഒരാളെ ഉള്ളൂ, സിംഗുലർ ആണ്. മൈ സിസ്റ്റർ എന്നുള്ളതിന് പകരം മൈ സിസ്റ്റേഴ്സ് എന്നായിരുന്നെങ്കിൽ പ്ലൂറലായി. അപ്പൊ സൈഡിൽ എവിടെ എഴുതി വെച്ചോ, ആസ് വെൽ ആസ് ഉണ്ടെങ്കിൽ അതിന് മുമ്പിൽ വരുന്നതായിരിക്കണം സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കേണ്ടത്. സൈഡിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ. പണ്ട് കാലത്തൊക്കെ ഇംഗ്ലീഷൊക്കെ നമ്മൾ എഴുതുമ്പോൾ കുറെയൊക്കെ തെറ്റിപ്പോയ കാരണം ഇങ്ങനെയൊക്കെ കുറെ നിയമങ്ങൾ സായിപ്പ് ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ് നമ്മളത് ബുദ്ധിമുട്ടായത് അല്ലെ. അത് ശരിക്കും അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയില്ല. പോട്ടെ, എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ. അതൊന്ന് അതിന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി വേറൊരു വാചകം കൂടെ. My sisters as well as my brother dash passed SSLC examination. റാസ്മിക്കാണ് ചാൻസ് കേട്ടോ. ബ്രാക്കറ്റിൽ ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. സർ, ഹാവ്. വെരി ഗുഡ്. കറക്റ്റ് പിടികിട്ടിയല്ലോ. ആസ് വെൽ ആസ് വരുമ്പോ ആദ്യമുള്ളതോ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. മിസ്റ്റർ വള്ളുവൻ, വി ക്യാപിറ്റൽ VALLUPI, വള്ളുവൻ, as well as his wife dash vegetarian, VEGETARIAN. ഒന്നുകൂടി പറയാം. മിസ്റ്റർ വള്ളുവൻ as well as his wife dash vegetarian. Okay.
അടുത്തത് താര. ബ്രാക്കറ്റിൽ ബ്രാക്കറ്റിൽ ഈസ് കോമ ആറ്. ഈസ് കോമ ആറ്. ഇനി പറഞ്ഞോളൂ താര. ഈസ് കറക്റ്റ് ആണ്. കാരണം എന്താണ്? ആസ് വെൽ ആസിന് മുമ്പ് വന്നത് മിസ്റ്റർ വള്ളുവൻ. ശരിയാണ്. യെസ്. അടുത്തത് ദ മൂൺ, MOON, moon, as well as the stars. അച്ഛനാണ് നെക്സ്റ്റ് ടേൺ. as well as the stars, നക്ഷത്രങ്ങൾ, STARS, stars, dash not to be seen, SEEN. ഒന്നുകൂടി പറയാം. The moon as well as the stars, STARS, dash not to be seen. ബ്രാക്കറ്റിൽ ഈസ് ഉണ്ട്, ആറുണ്ട്. The moon as well as the stars are not to be seen. അച്ചു ഒന്നും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തേ. The moon as well as the stars is not to be seen. അത് ശരിയാണ്. പിന്നെ ഇതാണ് കാരണം രണ്ടെണ്ണം ആകാനുള്ളല്ലേ. ആസ്വലാസ് മറക്കാതിരിക്കുക. ആസ്വലാസ് തൊട്ട് മുമ്പ് കേട്ടാ, മൊത്തം കൺഫ്യൂഷൻ ആകരുത്. അതാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന സൈസ് സൈഡിൽ എഴുതി വെച്ചോളാൻ പറയും. ആസ്വലാസിന് മുമ്പ് മൂന്നല്ലേ ഉള്ളൂ, ഒരെണ്ണമല്ലേ ഉള്ളൂ. യെസ്, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നോ പ്രോബ്ലം. ഒന്ന് ഓർമ്മയുണ്ടായാൽ മതി. അടുത്തത് നിങ്ങളുടെ ബുദ്ധിയെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യണേ. മൈ സിസ്റ്റർ along with ALONG, along with her two children, dash arrived, ARRIVED. ഒന്നുകൂടി പറയാം. മൈ സിസ്റ്റർ along with her two children dash arrived. ബ്രാക്കറ്റില് ഹാസ് കോമ ഹാവ്. ഷീനക്കാണ് ചാൻസ്. My sister along with her two children arrived. ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഓരോരുത്തരും മനസ്സിൽ വിചാരിച്ചു വെച്ചോട് ഒരു ആൻസർ. അർത്ഥം പിടികിട്ടായിരിക്കട്ടെ ഇതിനകത്ത് ഷീന. അപ്പൊ പിടികിട്ടാത്തത് കൊണ്ട് പറയാണ് മൈ സിസ്റ്റർ, എന്റെ സഹോദരി, എലോങ് വിത്ത് ഹർ ടു ചിൽഡ്രൻ, അവളുടെ രണ്ട് കുട്ടികളുടെ കൂടെ വന്നിട്ടുണ്ട്. എന്റെ സഹോദരിയും അവളുടെ രണ്ട് കുട്ടികളുടെ കൂടെ, അവളുടെ രണ്ട് കുട്ടികളും കൂടെ വന്നിട്ടുണ്ട്. അല്ല, ഈസില്ല, ഹാസ് ഹാവ്. ഉറപ്പിച്ചു. ഓക്കെ. ഷാകിലത്ത്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഹാവാണോ ഹാസ് ആണോ ഡൗട്ടുണ്ട് അല്ലെ ഷാകിലത്ത്? ഡൗട്ടില്ല, ഹാവാണ്. അലോങ് എന്ന് പറയുമ്പോ കൂടെ എന്ന് പറയുമ്പോ ഒരു പ്ലൂറൽ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ലോജിക് ആയിട്ട് ചിന്തിക്കാം. ഓക്കെ, റെഡി. ശരിക്കും കേട്ടോ, കറക്റ്റ്. കാരണം അതായത് യെസ്, ഓക്കെ. അതായത് നോക്കിയേ, എന്റെ സഹോദരി എലോങ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിൽ നമുക്ക് ആസ്വലാസ് എന്ന് പറഞ്ഞില്ല, അതുപോലൊരു വാക്കാണ് എലോങ് വിത്ത്, കൂടെ. അപ്പൊ എന്റെ ആ എലോങ് വിത്ത് എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടെങ്കിൽ അതിന് മുമ്പേ വരുന്നത്, ശേഷം വരുന്നതല്ല, അതാണ് സബ്ജക്ട്. അപ്പൊ അവിടെ എന്താ പറഞ്ഞേക്കണേ? മൈ സിസ്റ്റർ എന്നാ പറഞ്ഞേക്കണേ.
മൈ സിസ്റ്റേഴ്സ് അല്ല. അപ്പൊ ഓർത്തിരിക്കുക, ആസ് വെൽ ആസ് പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് എന്ത്? എലോങ് വിത്ത്. എലോങ് വിത്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ മുമ്പ് വരുന്നതായിരിക്കും സബ്ജക്റ്റ്. സൈഡിൽ ഒന്ന് കുറിച്ച് വെച്ചേക്കാം. എലോങ് വിത്ത്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. സർ അതിന്റെ ആൻസർ എനിക്ക് ക്ലിയർ ആയില്ല. ഹാവ് ആണോ ഹാസ് ആണോ? ഹാസ്. യെസ്. അടുത്ത. ഈച്ച് മാൻ dash about 14 അക്കത്തിലിട്ടോ 14 glasses of water, GLASSES, glasses of water every day. ഒന്നുകൂടി പറയാം. Each man dash about 14 glasses of water every day. ബ്രാക്കറ്റില് need, 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 comma, needs, NEEDS, needs. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ഉണ്ടാവും. സബ്ജക്റ്റ് സിംഗുലർ അല്ലെങ്കിൽ വെർബിന്റെ കൂടെ എസ് വേണ്ട. അതാണ് ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തേക്കുന്നത്. രഞ്ജിനി, ഇറ്റ് ഈസ് യുവർ ടേൺ. ഈച്ച് എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യനും വരില്ലേ? ഓരോ മനുഷ്യനും. അപ്പോ ഈച്ച് മാൻ നീഡ് അബൌട്ട് 14 glasses of water every day. നീഡ് വെച്ചു അല്ലേ? അപ്പൊ സിംഗുലർ ആയിട്ട് എടുത്തോ പ്ലൂറൽ ആയിട്ട് എടുത്തോ? ഒരു സെക്കൻഡ് കേട്ടോ. ഈച്ച് മാൻ ഓരോ മനുഷ്യനും needs each man needs about 14 glasses of water. അപ്പൊ സബ്ജക്റ്റ് സിംഗുലർ ആയിട്ട് പരിഗണിച്ചു പ്ലൂറൽ ആയിട്ട് പരിഗണിച്ചു? സിംഗുലർ ആയിട്ട് പരിഗണിച്ചു. വെരി ഗുഡ് കറക്റ്റ് ആണ് കേട്ടോ. ഈച്ച് ഓരോരുത്തരും. ഈച്ച് എന്ന് പറയുമ്പോൾ ഓരോ, അപ്പൊ 1 by 1 ആണ് എടുക്കണേ. ഓരോന്നും എടുക്കുക. അപ്പൊ നീഡ്സ്. വെരി ഗുഡ്. യെസ്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് ശിഖക്കാണത്. അറേബ്യൻ, എ ക്യാപിറ്റൽ, ARABIA, അറേബ്യൻ. നൈറ്റ്സ്, NIGHTS, N ക്യാപിറ്റൽ. അറേബ്യൻ നൈറ്റ്സ് dash interesting story. ബ്രാക്കറ്റിൽ ഈസ് ഉണ്ട്, ആർ ഉണ്ട്. Yes, Shiga, it is your turn. അറേബ്യൻ നൈറ്റ്സ് ആണ്, NIGHTS ആണ്, നൈറ്റ്സ് ആണ്. മാറിയെടുക്കാം. ഏതാണ് ചേർക്കുന്ന ശിഖ? ക്ലിയർ ആയിട്ടില്ല ശിഖ? ഒന്നുകൂടെ പറയാമോ? ഓക്കെ വണ്ടി ഓടിക്കാനാ? ഓക്കെ കുഴപ്പമില്ല. പാസ് ചെയ്യാം. ജോസ്മി.
എന്തുകൊണ്ടാണ് അവിടെ 6 ചേർക്കാൻ കാരണം ജോസ്മി? പ്ലൂറൽ ആയതുകൊണ്ട്. നൈറ്റ്സ് വന്നുകൊണ്ട് അല്ലേ? അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അവിടെ നിൽക്കട്ടെ, ഞാൻ കലീമക്ക് ഒരു ചാൻസ് കൊടുക്കും. കലീം പറഞ്ഞോ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അറേബ്യൻ നൈറ്റ്സ് ആർ, ഇവിടെ നൈറ്റ്സ് അല്ലല്ലോ, നൈറ്റ്സ് എന്നല്ലേ, അപ്പൊ കൊറേ പ്ലൂറലായില്ലേ, അപ്പൊ 6 തന്നെ അല്ലേ? അപ്പൊ നമുക്ക് നയനക്ക് കൂടി ഒരു ചാൻസ് കൊടുക്കാം. നയന, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? സാർ ഈസ് അല്ലേ വരിക? അറേബ്യൻ നൈറ്റ്സ് എന്ന് പറയും ഒരു ടെക്സ്റ്റിന്റെ പേരെന്തെങ്കിലും ആയിരിക്കത്തില്ലേ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് നയന, വെരി ഗുഡ്. ജോസ്മി, അലീമ, നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ, ഒരു എക്സാമ്പിൾ പറയാം. അലീമയുടെ ചോദ്യം, 25 നിന്ന് 5 എത്ര പ്രാവശ്യം മൈനസ് ചെയ്യാൻ പറ്റും? 25 നിന്ന് 5, അലീമ മൈക്കോണാൻ, 25 നിന്ന് 5 എത്ര പ്രാവശ്യം മൈനസ് ചെയ്യാൻ പറ്റും? 5 + 25 4 പ്രാവശ്യമാണ്. 4 പ്രാവശ്യം അല്ല 5 പ്രാവശ്യം. 5 പ്രാവശ്യം. 20 25 5 പ്രാവശ്യം. 5 പ്രാവശ്യം പറ്റും. അപ്പൊ അലീമ വളരെ ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? 25 എന്ന് പറഞ്ഞ സംഖ്യയിൽ നിന്ന് 5 എത്ര പ്രാവശ്യം മാറ്റാൻ പറ്റും എന്ന് നോക്കി കഴിഞ്ഞപ്പോ 5 പ്രാവശ്യം മാറ്റാൻ പറ്റും. കറക്റ്റ് ആണ്. അലീമ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അലീമ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 10-25 വയസ്സായ എന്നോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോ ഇതായിരിക്കില്ല ഈ ഉത്തരം. ഇതിന്റെ പിന്നിൽ വേറൊരു ലോജിക്ക് എളുപ്പുണ്ടാവും. നമ്മൾ അങ്ങനെ പോകണം. യെസ്. അല്ലെങ്കിൽ ഇത്രയും എളുപ്പമായിട്ടുള്ള ചോദ്യം എന്നോട് ചോദിക്കൂല. ഈ 25 നിന്ന് എത്ര പ്രാവശ്യം 5 മൈനസ് ചെയ്യാന്നുള്ളത് 5-ലോ 6-ലോ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ ചിന്തിക്കണം. ഇത് എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല. പക്ഷെ ഇത് എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ബിഹൈൻഡ് ഇറ്റ് ദർ ഇസ് എ ലോജിക്. അപ്പൊ അത് എത്ര പ്രാവശ്യമാണ്? ഒരു പ്രാവശ്യമാണ്. ഒരു പ്രാവശ്യം ബാങ്ക് ടെസ്റ്റ് ചോദിച്ചൊരു ചോദ്യമുള്ളൂ. 1 ടൈം. ഓക്കെ, ഞാൻ അതിനോട് ചോദിക്കാൻ പോയിരുന്നു. ഇവിടെ ഒരു അബാക്കസിന്റെ ആളെ ഇപ്പോഴും ചോദിക്കുന്നത്. കാരണം 25 നിന്ന് നമ്മൾ 5 ഒരു പ്രാവശ്യം മൈനസ് ചെയ്ത ബാക്കി 20 മൈനസ് ചെയ്യണേ. 25 നിന്ന് പിന്നെ മൈനസ് ചെയ്യാൻ പറ്റൂല. പിന്നെ 20 മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും 15 മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും 10 മൈനസ് ചെയ്യാൻ, അങ്ങനെ പോകും. യെസ്. എന്ന് പറഞ്ഞതുപോലെ അറേബ്യൻ നൈറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? അതൊരു പുസ്തകത്തിന്റെ പേരാണ് അറേബ്യൻ നൈറ്റ്സ് എന്നുള്ളത്. അത് ഒരു പുസ്തകത്തിന്റെ പേരാണ്. ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു തെറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് മാറ്റിട്ട് സ്റ്റോറി എന്ന് പറഞ്ഞു. ബുക്ക് എന്ന് പറഞ്ഞൊരു പേര് കൂടെ അതിനകത്തുണ്ടായിരുന്നു. ഞാനത് തെറ്റിക്കണ ജോസ്മിയും അലീമയും തെറ്റിക്കട്ടെ എന്ന് വിചാരിച്ച് ആ ബുക്ക് എന്ന് പറയുന്നത് അറേബ്യൻ നൈറ്റ്സ് ഇസ് എ നെയിം ഓഫ് എ ബുക്ക്. 1001 രാത്രികൾ എന്ന് പറയുന്ന ഒരു കഥ കേട്ടിട്ടുണ്ട്. ഓക്കെ, രേവതി കേട്ടിട്ടുണ്ട്. സിൻബാദിന്റെ കഥ അല്ലെ? യെസ്. അത് പറയുന്ന ആ ബുക്കിന്റെ പേരാണ് ഈ പറഞ്ഞ അറേബ്യൻ നൈറ്റ്സ്. 1001 രാത്രികളില് ആ പെൺകുട്ടി പറഞ്ഞ കഥയാണ് ഈ സംഗതി. യെസ്. ടീച്ചർമാരെ അതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടാ, ആ പുസ്തകത്തെ കുറിച്ചും അതിനെ കുറിച്ചും. ഓക്കെ. ആ പുസ്തകത്തില് ആ കഥയുടെ ഒരു ഘട്ടത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ ജസ്റ്റ് ഒരു വഴിയാണ് പറഞ്ഞു നിർത്തുകയാണ്. വേറെ ഒന്നുമല്ലത്. ഒരു സ്ഥലത്ത് ഒരു സുൽത്താൻ ഉണ്ടായിരുന്നു. ആ സുൽത്താന്റെ ഭാര്യ വിശ്വസ്തയായ സ്ത്രീ ആവാത്തത് കൊണ്ട് സുൽത്താന് എല്ലാ സ്ത്രീകളോടും ദേഷ്യമായി. അപ്പോ അതുകൊണ്ട് പുള്ളി ഒരു ഓർഡർ ഇട്ടു, ഒരു ദിവസം ഒരു പെൺകുട്ടി എന്റെ ഭാര്യയായിട്ട് വരണം, പിറ്റേ ദിവസം എന്നെ കൊന്നുകളയും. ഇതാണ് തീരുമാനം. അപ്പൊ സുൽത്താൻ എന്ന് പറഞ്ഞ രാജാവായതുകൊണ്ട് ആർക്ക് തന്നെ എതിര് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെയുള്ള സ്ത്രീകളൊക്കെ കൂടി അവരുടെ പേര് നറുക്കിങ്ങനെ ഇട്ടേക്കും. ഓരോ ദിവസം ഓരോന്നും എടുക്കും. ആരുടെ പേരാണോ കിട്ടുന്നത് അവർ പൊയ്ക്കൊള്ളാൻ രാജാവായിട്ട്, രാജാവിന്റെ സുൽത്താന്റെ ഭാര്യയായിട്ട്. അപ്പോ പിറ്റേ ദിവസം എന്നെ കൊന്നുകളയും. ഇതാണ് തീരുമാനം. അപ്പൊ അങ്ങനെ ഒരു ദിവസം അവിടുത്തെ പ്രധാനമന്ത്രിയുടെ മകൾക്കാണ് നറുക്ക് വീഴുന്നത്. അപ്പോ പ്രധാനമന്ത്രി വളരെ ദുഃഖിക്കും. കാരണം പിറ്റേന്ന് മകളെ കൊല്ലുമല്ലോ. അപ്പൊ അങ്ങനെ വിഷമിച്ചു. അപ്പൊ മകള് അച്ഛനെ ഇങ്ങനെ ആശ്വസിപ്പിക്കും. അത് കുഴപ്പമില്ല അച്ഛനൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. അങ്ങനെ ഈ പ്രധാനമന്ത്രിയുടെ മകള് സുൽത്താന്റെ പത്നിയായിട്ട് ഒരു ദിവസത്തെ ഭാര്യയായിട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോ കൂടെ വിശ്വസ്തയായ ഒരു തോഴിയെ കൂടെ കൊണ്ടുപോകും. അപ്പൊ തോഴിയോട് പറഞ്ഞിട്ടുണ്ട്, രാവേറുന്നതിന് മുമ്പ് എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കണമെന്ന് പറഞ്ഞു. യെസ്. അങ്ങനെ നേരം വെളുക്കാനായിട്ട് കുറച്ചുകൂടി സമയം ബാക്കിയുള്ളപ്പോ ഈ തോഴി വന്ന് ഈ ഒരു ദിവസത്തെ രാജ്ഞിയെ വന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കും.
അപ്പൊ അവൾ എന്ത് ചെയ്യും? സുൽത്താനെ വിളിക്കും. സുൽത്താനെ വിളിച്ചിട്ട് അവളൊരു കഥ പറയും. ആ കഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആമയും മുയിലും കഥയിലെ പറയണം, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കഥയിലെ പറയണം. ആ കഥയുടെ ലാസ്റ്റ് ഒരു ചോദ്യമുണ്ട് ഇവിടെ. അല്ലെങ്കിൽ സുൽത്താനെ, നിങ്ങളായിരുന്നു ആ രാജാവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊരു ചോദ്യം ചോദിക്കും. ഈ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് പലപ്പോഴും സുൽത്താന് പറ്റാറില്ല. യെസ്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സോളമൻ രാജാവിനെ കുറിച്ച് പറയുന്ന ഒരു കഥയുണ്ട്. സോളമൻ രാജാവിന്റെ അടുത്ത് 2 സ്ത്രീകള് ഒരു കുട്ടിയെ കൊണ്ട് വന്നിട്ട് രണ്ടുപേരും പറഞ്ഞത് എന്റെ കുട്ടിയാണെന്ന് പറഞ്ഞു. ഇന്നാണെങ്കിൽ നമുക്ക് DNA ടെസ്റ്റ് നടത്താം, അന്ന് അതൊന്നും ഇല്ല. പക്ഷെ യഥാർത്ഥത്തിലുള്ള അമ്മയ്ക്ക് ഈ കുട്ടിയെ കൊടുക്കണം. കാരണം രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂമിയിലെ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. അപ്പൊ തെറ്റ് പറ്റാൻ പാടില്ല, കറക്റ്റ് ആയിരിക്കണം, തീരുമാനം കറക്റ്റ് ആയിരിക്കണം. അപ്പൊ രാജാവ്, സോളമൻ രാജാവ് എന്ത് ചെയ്തു? ഒരു ഭടനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു വാള് കൊണ്ടുവന്ന് കുട്ടിയെ 2ആയിട്ട് കീറുക. രണ്ടുപേരും അവകാശം, ഒരു പകുതി ഒരമ്മയ്ക്ക് കൊടുക്കുക, പകുതി മറ്റേ അമ്മയ്ക്കും കൊടുക്കുക എന്നാണ്. അപ്പൊ 2 അമ്മമാരിൽ ഒരമ്മ പറഞ്ഞു ഓക്കെ ഞാൻ സമ്മതിച്ചു. മറ്റേ അമ്മ പറഞ്ഞു വേണ്ട, മുറിക്കണ്ട, അവൾക്ക് കൊടുത്തരും എന്ന് പറഞ്ഞു. അതിൽ നിന്ന് സോളമൻ രാജാവിന് ശരിക്കുള്ള അമ്മ ആരെന്ന് മനസ്സിലായി. ശരിക്കുള്ള അമ്മയാണെങ്കിൽ മാത്രമേ എന്റെ മകനെ മുറിക്കേണ്ട എന്ന് പറയുള്ളൂ. അത് സോളമൻ രാജാവ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇനി ആദിത്യക്ക് ഇഷ്ടം ആദിത്യയാണ് സോളമൻ രാജാവ് എന്ന് വിചാരിക്കുക. ഈ 2 അമ്മമാരും പറയുന്നു മുറിക്കണ്ട, അത് അവൾക്ക് കൊടുത്തേക്ക്. മറ്റേ അമ്മയും പറയുന്നു മുറിക്കണ്ട, മറ്റവൾക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞാൽ ആദിത്യയാണ് സോളമൻ രാജാവെങ്കിൽ യഥാർത്ഥത്തിലുള്ള അമ്മയെ എങ്ങനെ കണ്ടുപിടിക്കും? ആദിത്യ വേറെ എന്തെങ്കിലും ചോദ്യം ഞാനിപ്പോ ആദിത്യയോട് ഈ ചോദ്യം ചോദിച്ചപ്പോ ആദിത്യക്ക് ഒരു മറുപടി പറയാൻ പറ്റിയില്ല. ഇത് തന്നെയാണ് ആ രാജ്ഞി എന്ന് സുൽത്താനോട് ചോദിക്കുന്നത്. നിങ്ങളാണ് രാജാവെങ്കിൽ, നിങ്ങളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഇപ്പൊ സുൽത്താനും മറുപടിയില്ല. ഇപ്പൊ നേരം എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ കഥ കേൾക്കാൻ നേരമൊന്നുമില്ല, ഒരുപാട് രാജ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഭടന്മാരെ വിളിച്ചിട്ട് പറയും ഇവിടെ കൊല്ലണ്ട, ഇവിടെ കൊണ്ടുപോയി കാരാഗൃഹത്തിലിട്ടേര്, ഇന്ന് രാത്രി ഇനി വേറെ രാജ്ഞി വേണ്ട, ഇവള് തന്നെ മതി. ഈ കഥയുടെ ബാക്കി കേട്ടിട്ട് ഞാൻ നാളെ ഇവിടെ കൊല്ലാന്ന് പറയും. അങ്ങനെ ആ പെൺകുട്ടിയെ കൊണ്ട് കാരാഗൃഹത്തിൽ നടക്കുന്നു. അന്ന് രാത്രിയും ഇതേ പെൺകുട്ടീനെ രാജ്ഞിയായിട്ട് വരും. അന്നും രാവേറുന്നതിന് മുമ്പ് ഇവിടെ ഇതേപോലെ കഥ വേറെ പറയും. ആ കഥ കേൾക്കുമ്പോ ആ കഥയുടെ ലാസ്റ്റും ഇതേപോലൊരു ചോദ്യത്തിൽ അവസാനിക്കണം. അപ്പൊ ആ ചോദ്യത്തിനും ഈ സുൽത്താനും മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പൊ സുൽത്താൻ എന്ത് ചെയ്യുന്നു? ഇന്നും ഇവിടെ നാളെ, ഇന്ന് രാത്രി ഇവിടെ തന്നെ മതി, കൊണ്ട് കാരാഗൃഹത്തിലെടുക്കും. അങ്ങനെ 1001 രാത്രികളിൽ അവൾ കഥ പറഞ്ഞു. ആ പുസ്തകമാണ് ഈ അറേബ്യൻ നൈറ്റ്സ് എന്ന് പറയുന്നത്. 1001 രാത്രികളില് അവള് പറഞ്ഞ കഥയാണ് അറേബ്യൻ നൈറ്റ്സ്, 1001 നൈറ്റ്സ്. ഓക്കെ, അത് ഓരോ ദിവസം ഓരോ കഥകളാണ്. യെസ്, ആ 1001 രാത്രികൾക്കുള്ളില് ഇവള് സുൽത്താന്റെ 2-3 കുട്ടികളെയൊക്കെ പ്രസവിച്ചിട്ടുണ്ട്. ഇതൊക്കെ നടന്നു. അതോടുകൂടി സുൽത്താന് ബോധ്യപ്പെടുകയാണ് ഒരു സ്ത്രീ മോശമാണെന്ന് വിചാരിച്ച് എല്ലാ സ്ത്രീകളും മോശമാണെന്നില്ല എന്ന് വിചാരിച്ച് പുള്ളിയുടെ ആ തീരുമാനം ഉണ്ടല്ലോ, ഒരു ദിവസം ഒരാളെന്നുള്ളത്, അതിൽ നിന്ന് പുള്ളി മാറുകയാണ്. ആ സംഗതിയാണിത്. ഞാനിത് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. നിങ്ങളിത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം എന്താണ് ഈ സംഭവം എന്നുള്ള കാര്യം എന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. യെസ്, 1001 നൈറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, അതൊന്നുകൂടെ പറയൂ. ഒന്നുകൂടി പറഞ്ഞാൽ ഏതോട്ട്? അതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ ഈസ്റ്റ്മാൻ. ഓക്കെ, അത് പറയാം. ഈച്ച് അവിടെ എന്തുകൊണ്ട് നീഡ്സ് വന്നല്ലേ? ഓക്കെ, നോക്കിയേ, ദേ കം എന്ന് പറയാം, അത് കറക്റ്റ് ആണ്. ദേ കം അവർ വരാറുണ്ട്. ആ ദേ എന്നുള്ളതിന് പകരം അവിടെ ഹി ആണെങ്കിൽ ഹി കംസ് എന്നാ പറയുന്നത്. കാരണം എന്താണ്? ഹി എന്ന് പറയുമ്പോൾ അപ്പൊ അത് സിംഗുലർ ആണ്. അപ്പൊ വെർബിന്റെ കൂടെ എന്ത് ചെയ്യണം? ഒരു എസ് കൂടി ചേർക്കണം. ഇവിടെ കംസ് വരും. അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഈച്ച് മാൻ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണെങ്കിൽ എസ് ചേർക്കണം, പ്ലൂറൽ ആണെങ്കിൽ എസ് ചേർക്കണ്ട. ഓരോ മനുഷ്യരും ഇപ്പൊ 1 by 1 ആയിട്ട് എടുക്കണേ.
സിംഗുലർ ആയിട്ട് കണ്ടാൽ. ഓക്കെ, അടുത്തത് ഫിസിക്സ് PHYSICS physics dash an important IMPORTAIT important subject 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 ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആർ ഉണ്ട്. ഐശ്വര്യ, ഇറ്റ് ഈസ് യുവർ ടേൺ. സബ്ജക്ട് ഇമ്പോർട്ടന്റ് സബ്ജക്ട് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയല്ലേ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. സാധാരണഗതിയിൽ ബോയ് എന്ന് പറയുമ്പോൾ നമ്മള് ബോയ് ഈസ് എന്ന് പറയും. ബോയ്സ് എന്നാണെങ്കിൽ 6 പറയും. അപ്പൊ ബോയ്സ് എസ്സിൽ അവസാനിക്കുമ്പോൾ ഒരു 6 ചേർക്കാനായിട്ടൊരു പ്രവണത ഉണ്ട്. അതുകൊണ്ട് ഐശ്വര്യ വേണമെങ്കിൽ 6 ചേർക്കട്ടെ എന്ന് വിചാരിച്ചാൽ വെറുതെ പറഞ്ഞതാണ്. ഐശ്വര്യ ഇന്റലിജന്റ് ആയതുകൊണ്ട് പറഞ്ഞു ഫിസിക്സ് എന്ന് പറയുമ്പോൾ എസ് ലാസ്റ്റ് ഉണ്ടെങ്കിലും അത് ഒറ്റ വിഷയമുള്ളത്, ഒറ്റ വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് അത് ഈസാണ്. വെരി ഗുഡ്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, ഇക്കണോമിക്സ്, ഈ വിഷയങ്ങളൊക്കെ. യെസ് സർ, ഒരു മിനിറ്റ് സർ. ഈ കഴിഞ്ഞ 2 എക്സാമ്പിൾസിലും ഈസ് ആൻഡ് വരില്ലേ? ഞാനത് എപ്പോഴും പറയേണ്ടതാണ്. ആൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ സിംഗുലർ അടിക്കും. ബുദ്ധിയുള്ളവർക്ക് അപ്പടിക്കും. ഞാനിത് അറിയാണ്ട് പറഞ്ഞു പോയത്. ഞാൻ ഇവിടെ ആൻ പറയാതെ മാറ്റി പറയാൻ നോക്കിയതാണ്. യെസ്, ബുദ്ധിയുള്ള ഒരാളാണെങ്കിലേ ഇതിൻ്റെ അത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഫിസിക്സ് ഈസ് ആൻ വന്നാൽ നമുക്ക് പിടിക്കാം. ഓ, ആൻ വന്നു കഴിഞ്ഞാൽ അതിന് ഒരു അർത്ഥം, അപ്പൊ തന്നെ സിംഗുലർ ആയിരിക്കും എന്ന് അടിക്കാം. ഓക്കെ, ആനോ, വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ ആരും അത് ചിന്തിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, കറക്റ്റ് ആണ്. അങ്ങനെ ചിന്തിച്ച അനു അവിടെ ചിന്തിച്ചു. അതുപോലെ ചിന്തിച്ച് വേറെ ആരെങ്കിലും ഉണ്ട്? ആൻ എന്ന് പറഞ്ഞ വേട് അവിടെ വന്നതുകൊണ്ട് അവിടെ ഈസി തന്നെയായിരുന്നു ഉറപ്പിച്ചു. ഡാഷ് ആൻ ഇമ്പോർട്ടന്റ് സബ്ജക്ട് അങ്ങനെയല്ലേ പറഞ്ഞേ? അതാണ് പറഞ്ഞത്. ആ ആൻ വന്നത് കൊണ്ട് തന്നെ അവിടെ ഈസാണ് നമുക്ക് ഉറപ്പിക്കാന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ ഫിസിക്സാ ശ്രദ്ധിച്ചത്. ഫിസിക്സ് ഒരു സബ്ജക്ട് എന്നുള്ള ഇതിൽ. യെസ്, ഓക്കെ ഓക്കെ, അത് ശരിയാണ്. അത് ശരിയാണ്. ഫിസിക്സ് എന്നുള്ള വിഷയം നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് കറക്റ്റ് നമുക്ക് ചിന്തിച്ചത്. നമുക്ക് പഠിക്കാത്ത ഒരു വേർഡ് പോലെ വന്നിരുന്നെങ്കിൽ ഈ ആനിൽ നിന്ന് നമുക്ക് അവിടെ സിംഗുലർ വെർബാണ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അറേബ്യൻ നൈറ്റ്സ് എന്നുള്ളതും ഒരു ബുക്കിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ അവിടെ ആൻ പറയാണ്ടിരുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ എ വരാണെങ്കിൽ ഇപ്പുറത്ത് ആർ ആയിരിക്കും അല്ലെ സർ? ആർ എ അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാൻ എന്ന് പറഞ്ഞാലും ഒരു എന്നർത്ഥം ഒരെണ്ണുള്ളൂ. യെസ്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാൻ എന്ന് പറഞ്ഞാലും സിംഗുലർ ആണ്. ഓക്കെ ഓക്കെ. അടുത്തത് സാർ, എനിക്ക് അതൊന്നോട് പറഞ്ഞു ഫിസിക്സ് ഡാഷ്. യെസ്, അതായത് സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഫിസിക്സ് എന്ന് പറയുന്ന വിഷയം സാധാരണഗതിയിൽ ഈ എസ്സിൽ അവസാനിക്കുമ്പോൾ നമുക്ക് തോന്നും അത് പ്ലൂരൽ ആണ്. നമ്മൾ ചിന്തിക്കാനൊരു സാധ്യതയില്ല. എസ്സിൽ അവസാനിക്കുമ്പോൾ നമുക്കറിയാം ബോയ്, ബോയ്സ് പ്ലൂരൽ അല്ലേ. ബെഞ്ച്, ബെഞ്ചസ് പ്ലൂരൽ അല്ലേ. ഗേൾ, ഗേൾസ് പ്ലൂരൽ അല്ലേ എസ്സിൽ അവസാനിക്കുമ്പോൾ. അപ്പൊ ഫിസിക്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അത് പ്ലൂരലായിട്ട് ചിന്തിക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് ചിന്തിക്കാതിരിക്കാൻ, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റ് ആണ്, ഒറ്റ സബ്ജക്ട്. ഊർജതന്ത്രം അല്ലെ, എന്റെ മലയാളം ഒരെണ്ണല്ലേ ഉള്ളൂ. ഊർജതന്ത്രങ്ങൾ എന്നല്ല, ഊർജതന്ത്രം. യെസ്, ഓക്കെ ഓക്കെ. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഓഡിയൻസ്, AUDIENC, audience dash waiting, WAITING, waiting for long, LONG. ബ്രാക്കറ്റില് has been, have been. has been ഉണ്ട്, have been ഉണ്ട്. അനു പറഞ്ഞോളൂ. Is your turn. The audience.
Sir, the audience dash waiting for long. അതാണോ question? ബ്രാക്കറ്റില് has been, have been. Have been. Have been. Yes. അവിടെ നിൽക്കട്ടെ, നമുക്ക് വരാം. നികിത. Have been. Have been. Yes. Okay. അപ്പോ ഓഡിയൻസ് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് അല്ലേ? അല്ലേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതുകൊണ്ടാണ് നികിത എടുത്തത്. നമുക്ക് ഒരാൾക്ക് ചാൻസ് കൊടുക്കാം. ശനി. യെസ് സർ. ഹാവ് ബീൻ ആണെന്ന് തോന്നുന്നുണ്ട്. ഉറപ്പില്ല. ഹാവ് ബീൻ ആയിരിക്കും ഓഡിയൻസ് എന്ന് പറയുന്നത്. ഓഡിയൻസ് ഒന്നിൽ കൂടുതൽ. ഓക്കെ, ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആർക്കെങ്കിലും പറയട്ടെ. സേതു. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. അപ്പോ വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ്. നയന, മുംതാസ്, സേതു, ആസ് ആണ് കറക്റ്റ്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കും, ആ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ഒരാളല്ലല്ലോ, ഒന്നിൽ കൂടുതലില്ലേ. അപ്പൊ അത് പക്ഷെ അതൊരു കളക്റ്റീവ് നൗണാണ്. അത്രയും പേര് ഒരുമിച്ചിരിക്കുമ്പോഴാണ്, സിംഗിൾ ആയിട്ട് പരിഗണിക്കുമ്പോഴാണ് നമ്മൾ അവരെ ഓഡിയൻസ് എന്ന് പറയുന്നത്. അതൊരു കളക്റ്റീവ് നൗണാണ്. അപ്പൊ നിങ്ങൾ ബാക്കിൽ മാർജിനിൽ എഴുതി വെച്ചാൽ മതി, ഓഡിയൻസ് ഇസ് കളക്റ്റീവ് നൗൺ. യെസ്. അപ്പൊ അതുകൊണ്ട് ഹാസ് ബീൻ ആണ് കറക്റ്റ് ആൻസർ. ഇനി അങ്ങനത്തെ വരുന്നത് വേറെ നമുക്ക് രണ്ടുകൊണ്ടും നോക്കാം. എഴുതിക്കോളൂ. The government dash already, ALREADY, already approved, APP ROVED, approved it. ഒന്നുകൂടി പറയാം. The government dash already approved it. ബ്രാക്കറ്റില് has, have. സൈബ, it is your turn. Yes, sir. എന്ത് വേണം? The government have already approved it. അപ്പൊ എന്തുകൊണ്ടാണ് സൈബ അങ്ങനെ ചിന്തിച്ചത്? ഗവൺമെന്റ് എന്ന് പറയുമ്പോ കുറെ അധികം ആൾക്കാരുണ്ട് അല്ലെ? പ്രധാനമന്ത്രി, അല്ല സോറി, മുഖ്യമന്ത്രി, മന്ത്രിമാര്, എല്ലാരും കൂടെ അല്ലെ ഗവൺമെന്റ് നമ്മൾ പറയുന്നത് അല്ലെ? അപ്പൊ കുറച്ചധികം ഉണ്ട്. അപ്പൊ പ്ലൂറലായിട്ട് പരിഗണിച്ചു അല്ലെ? ഓക്കെ 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 ഓക്കെ. കണ്ടുവരുമ്പോ നംഷീന. Your opinion. ജംഷീന വരുമെന്ന് വിചാരിക്കാം. ജംഷീന ഞെക്കിയ ബട്ടം മാറിപ്പോയിട്ടുണ്ട്. യെസ്. മുംതാസ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഹാസ് ആണ് സർ. ഹാസ് ആണ്. എന്തുകൊണ്ടാണ് ഹാസ് എന്ന് പറയാൻ കാരണം? മുംതാസിന്റെ ശബ്ദത്തിൽ എല്ലാം കൂടി ചേരുന്ന ഒറ്റ ഗവൺമെന്റ് എന്ന് പറയുന്നേ, എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒന്ന്. വെരി ഗുഡ്. മുംതാസിന്റെ പറഞ്ഞതിന്റെ പവർ ഉണ്ടല്ലോ. ഹാസ് ആണ് സാറേ. അതാണ് വേണ്ടത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഹാസ് ആണ്. നോക്കിയേ, ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അതൊരു കളക്റ്റീവ് നൗണാണ്. ഗവൺമെന്റ്. ഓക്കെ ഓക്കെ അലീമ, അത് കളക്റ്റീവ് നൗണാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഹാസ് ആണ് പറയുന്നത്. നേരത്തെ നമ്മൾ ഓഡിയൻസ് പറഞ്ഞില്ലേ, ഒരുമിച്ച് ഒന്നിച്ചിരിക്കുമ്പോ അതാണ് ഓഡിയൻസ്. യെസ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു കളക്റ്റീവ് നൗണാണ്. ഗവൺമെന്റ് ഹാസ് ആണ് കറക്റ്റ്. അടുത്തത് the committee, COMMITTEE, committee dash seized, SEIZED, seized of the matter, seized of the matter. ഒന്നുകൂടി പറയാം. The committee dash seized, SEIZED, of the matter.
മാറ്റർ ബ്രാക്കറ്റില് ഈസ് കോമ ആർ. സേതുലക്ഷ്മി പറഞ്ഞോളൂ. ഈസ് ഉണ്ട് ആറുണ്ട്. സിംഗുലർ അല്ലേ? കമ്മിറ്റി എന്ന് പറയുമ്പോ കുറെ പേരില്ലേ? കമ്മിറ്റി ഈ ഓൾറെഡി ഉള്ളതല്ലേ, നമ്മള് എക്സ്ട്രാ എസ് ചേർത്തില്ലല്ലോ. കമ്മിറ്റീസ് ഒന്നും ഇല്ലല്ലോ, സിംഗുലർ അല്ലേ? അപ്പൊ നമ്മൾ കമ്മിറ്റീസ് പറയാറില്ല, കമ്മിറ്റി എന്നുള്ള വാക്കല്ല പറയാറ്. കമ്മിറ്റിയിൽ തന്നെ കുറച്ചധികം പേരുണ്ടാവില്ലേ? ഈസ് വേണോ ആറ് വേണോ അത് പറ. ഈസ് ഉറപ്പിച്ചു? യെസ്. ഈസ് അല്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് സർ. ഏതാണ്? ആദിത്യ എന്താ പറയണേ? കമ്മിറ്റി എന്ന് പറയുമ്പോ ഒരു കമ്മിറ്റി മാത്രമല്ലല്ലോ, പല വിഭാഗങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകൾ കാണത്തില്ല. ഓക്കെ ശരി അലീമ. നോക്കിയേ, പല വിഭാഗങ്ങളായിരിക്കും, അതിലെല്ലാരും കൂടി ചേരുമ്പോഴാണ് നമ്മൾ എന്ത് പറയണേ? കമ്മിറ്റി എന്ന് പറയും. യെസ്. അപ്പൊ പ്രസിഡന്റ് ഉണ്ടാവും, വൈസ് പ്രസിഡന്റ് ഉണ്ടാവും, സെക്രട്ടറി ഉണ്ടാവും, ജോയിന്റ് സെക്രട്ടറി ഉണ്ടാവും, ഖജാൻജി ഉണ്ടാവും, പിന്നെ 4 കമ്മിറ്റിക്കാർ. ഇതെല്ലാവരും കൂടി ചേരുന്നതാണ് എന്ത്? കമ്മിറ്റി. അപ്പൊ കമ്മിറ്റി എന്ന് പറയുന്ന സംഗതിയില് ധാരാളം മെമ്പർമാരുണ്ടെങ്കിലും കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു സിംഗിൾ കളക്റ്റീവ് വേർഡാണ്. അപ്പൊ ഈസ് ആണ് കറക്റ്റ് കേട്ടോ. അപ്പൊ സൈഡിലോട്ടൊന്ന് മാറ്റി എഴുതി വെച്ചോ. കമ്മിറ്റിയും ഗവൺമെന്റ് പോലെ ഓഡിയൻസ് പോലെ ഒരു കളക്റ്റീവ് നൗൺ ആണെന്ന് ഓർത്തു വെക്കാം. യെസ് സർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ദ ഓഡിയൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലേ, അതില് ഹാസ് ബീൻ ഹാവ് ബീന് പകരം ഈസോ ആറോ ആണെങ്കിൽ ഈസ് ആണ് വരിക. ദ ഓഡിയൻസ് ഈസ് വെയിറ്റിംഗ് എന്നാണ് വരിക. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഈസ്, പ്ലൂറൽ ആണെങ്കിൽ ആർ, സിംഗുലർ ആണെങ്കിൽ ഹാസ്, പ്ലൂറൽ ആണെങ്കിൽ ഹാവ്. അതിന് പാസ്റ്റിലാണെങ്കിൽ സിംഗുലർ ആണെങ്കിൽ വാസ്, പ്ലൂറൽ ആണെങ്കിൽ വേർ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ വെരി ഗുഡ്. യെസ്. അപ്പൊ തൽക്കാലം ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. യെസ്, ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങള് ഈ ഓൺ ബോർഡ് എല്ലാം പഠിച്ച് യെസ്. 6 മിനിറ്റ് ഉള്ളല്ല. ചോദിച്ചാൽ മതിയല്ലേ ഞാൻ ഓരോരുത്തരോട്? അല്ലെങ്കിൽ യെസ്, സിമ്പിളായ ചോദ്യങ്ങളാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും പുതിയ വാർത്തകൾ പഠിച്ചേക്കോട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകുന്ന അറിയാൻ വേണ്ടി അപ്പൊ ടൈപ്പ് ചെയ്തോ. നമുക്ക് ഉള്ള സമയം കൊണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ 3 പേര്. ഓക്കെ, അപ്പോ അത് ഒരാൾ കൊണ്ട് ശ്രദ്ധിച്ചേക്കണേ, ആരൊക്കെയാണ് 3 പേര് എന്നുള്ളത് കേട്ടോ. ചോദിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ചോദ്യത്തിന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ആർ ആണ്. ആർ ഇംഗ്ലീഷ് ലെറ്റർ ആണ്, റെഡ്. ഓക്കെ. വാട്ടർ, സിമ്പിൾ ക്വസ്റ്റ്യൻ. വാട്ടർ droplets falling from cloud. Sir, raindrops. Anu, Ranjit, Aishwarya. Anu, Aishwarya, Alima. യെസ്, ടൈപ്പ് ചെയ്തോട്ടാ. എന്നറിയാമോ, 3 പേരെ കണ്ടുപിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അലീമ പറയണ കേട്ട എല്ലാരും പറയും. യെസ്. ഓക്കെ. റെഡി. അപ്പൊ റെയിൻ ആണ് കറക്റ്റ് ആൻസർ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർച്ച് ഓഫ് കളേഴ്സ് ഇൻ ദ സ്കൈ. ആർച്ച് ഓഫ് കളേഴ്സ് ഇൻ ദ സ്കൈ. അനു, രേവതി, നയന. അനു, രേവതി,
റെയിൻബോ ഞാൻ പറഞ്ഞായിരുന്നു ടൈപ്പ് ചെയ്തില്ലായിരുന്നു. രേവതി നയന ആരാണ് പറഞ്ഞതെന്ന് പറഞ്ഞ്? ഞാൻ പറഞ്ഞായിരുന്നു ആ സേതുലക്ഷ്മി. ഓക്കെ, സേതു ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പേടിക്കണ്ട. എനിക്ക് നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ മാർക്കല്ലേ ഉള്ളൂ, അത് ഞാൻ തരും. ഡോണ്ട് വറി. അടുത്തത് സർക്കുലർ ഗോൾഡ് ബ്രാൻഡ് worn, WORN, worn on a finger. Circular gold brand worn on a finger. Anu, Sheni, പിന്നെ അടുത്ത ആരായിരുന്നു? സർ റിങ്. യെസ്, ഓക്കെ. ജോസ്മി ഇട്ടേക്കാം, ടൈപ്പ് ചെയ്തോളൂ. അല്ലെങ്കിൽ ജോസ്മി കേട്ടത് പറയും. കേട്ടത് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോ എനിക്ക് അത്രയും സ്പീഡ് ഇല്ല, അതുകൊണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ. യെസ്, അപ്പോ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കുകയാണ്. യെസ്, അടുത്ത ആരും പറയുമെന്ന് നോക്കട്ടെ. റിങ്. ഓക്കെ, ജോസ്മിനെ പഠിച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ. എ തിക്ക്, THICK, thick carpet that covers a small area. A thick carpet that covers a small area. അതിനൊരു പേരുണ്ട്. ആ കാർപ്പറ്റിന് ഒരു പേര് പറയും. A thick carpet used to cover a small area. ആരെന്ന് പറയുന്ന ലെറ്ററിൽ ആരംഭിക്കുന്ന എയർ അല്ല നയന, ഒരു ഏരിയ കവർ ചെയ്യുന്ന ഒരു കാർപ്പറ്റ്. പരവതാനി എന്നൊക്കെ ഉള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. അപ്പൊ മാറ്റ് 6 തുടങ്ങണം. മലീമ 6 റോഡല്ല, യെസ്. പറഞ്ഞോളൂ, എന്താ പറഞ്ഞ? ടൈപ്പ് ചെയ്യണോ? ഒരു മിനിറ്റ് ടൈപ്പ് ചെയ്യാം. യെസ്, അനു, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. RUG, കറക്റ്റ്. പരവതാനി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന്റെ പേരതാണ്. അടുത്ത വഴി ഈസി ആയിട്ട് ചോദ്യം ചോദിക്കാം. ഷാഹിലത്ത് ഉണ്ടല്ലേ? ഓക്കെ, ഷാഹിലത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. യെസ്, അടുത്തത് a small machine that controlled TV. സർ ഒന്നുകൂടെ പറയാമോ? ദാറ്റ് കൺട്രോൾ TV, ടെലിവിഷൻ. റിമോട്ട്. സാഹിലത്ത്, പിന്നെ കണ്ടുപിടിക്കാനൊക്കെ പാടുപെടുകയാണ് കേട്ടോ. ജോസ്മി അതിനും വന്നിരുന്നത് അല്ലേ? ജോസ്മി, അനു. യെസ്, ഓക്കെ. ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കാം കേട്ടോ. യെസ്, ഓക്കെ. ചോദ്യം ഇത്തിരി നീളം കൂടുതലാണ്, ശ്രദ്ധിച്ചാൽ മതി. A thick, 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 strong, STRONG, strong cord, CORD. A thick, strong cord made by twisting, TWISTING, twisting strands, STRANDS, strands together. ഒന്നുകൂടി പറയാം. എ തിക്ക് സ്ട്രോങ്, ഓക്കെ അനു, ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കത്. എ തിക്ക് സ്ട്രോങ് കോഡ് മെയ്ഡ് ബൈ ട്വിസ്റ്റിംഗ് സ്ട്രാൻഡ്സ് ടുഗദർ. ഒന്നുകൂടി ഒന്ന് റെഡിയാക്കിക്കോളൂ അനു, ആ വഴിക്ക് പോയിട്ടുണ്ട്. അല്ല, 6 തുടങ്ങട്ടെ. റോഡല്ല. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ ക്വസ്റ്റ്യൻ?
ഓക്കെ. ചോദ്യം ഇതാണ്. എ തിക്ക് സ്ട്രോങ് കോഡ് CORD മെയ്ഡ് ബൈ ട്വിസ്റ്റിംഗ് സ്ട്രാൻഡ്സ് നൂലുകള്, ചരടുകള്, ചെറിയ നൂലുകള് ടുഗദർ. അതൊന്നുമല്ല നയന, രേവതി. നമ്മൾ ഉപയോഗിക്കുന്ന സാധനമല്ലേ? വെള്ളം കോരാനൊക്കെ നേരത്തെ വേണ്ടി നമുക്ക് വരില്ലേ? എനിക്ക് മനസ്സിലായി. യെസ്, അലീമ പേര് കിട്ടി. അതിന്റെ അടിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അലീമയുടെ അടിയില് യെസ്, അലീമയുടെ അടിയിൽ വന്ന പേര് കിട്ടിയില്ല. ആരൊക്കെയാണ്? ഐഷ, മുംതാസ് അല്ലേ? യെസ്, ഐഷ ആൻഡ് മുംതാസ്. ഓക്കെ, അപ്പൊ ഞാൻ പേരുകൾ പറയണ്ട. രഞ്ജിത്ത് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. എന്തോ സാറേ, റിങ്ങിന്റെ ആൻസർ ഞാൻ മൂന്നാമത് എഴുതിയാണ്. അവന്റെ പേര് എഴുതിയത് എനിക്കറിയില്ല. യെസ്, ഓക്കെ. യെസ്, അലീമ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. രേവതി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നയന 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സേതു 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഷെനി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. താര 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അലീമ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഐഷ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. മുംതാസ് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 1 പോയിന്റ് കിട്ടിയ എല്ലാവരും 3ാം സ്ഥാനം ഉറപ്പിച്ചവരാണ്. മൂന്നാമത് ഞാനാ എഴുതിയേ. ഓക്കെ. ചിലപ്പോ ഒരു പോയിന്റ് ചിലപ്പോ അങ്ങനെയൊക്കെ പോണെങ്കിൽ ക്ഷമിച്ചേര് മുംതാസ്. യെസ്, ഇത് കണ്ടുപിടിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. യെസ്, ജോസ്മി 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഷാഹിലത്ത് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഷാഹിലത്തും ജോസ്മി 2ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. അനു വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 1ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു മത്സരമായിട്ട് എടുക്കണ്ട. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ ടൈപ്പ് ചെയ്യാൻ വേഗത കുറവുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊന്നും പേടിക്കണ്ട. ജസ്റ്റ് നിങ്ങൾ കോൺകോഡൊക്കെ പഠിച്ച് മനസ്സൊക്കെ വിഷമിച്ച് കഴിഞ്ഞപ്പോ ഒന്ന് മാറ്റി പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, ഇല്ല ഞാൻ ക്ലോസ് ചെയ്യും. യെസ്, ആരുമില്ലാത്തതുകൊണ്ട് ഓക്കെ. ഐഷ, യു സ്റ്റാർട്ട്. To the teacher and cooperative students taking this class, which is useful on this good day, thank you. Very good. So, Yes, sir. Okay. Thanks to all. We will meet in the next class. Thank you, sir. Thank you, sir. Thank you, sir. Okay. Thank you, sir. Okay.